ഓക്കെ, നമ്മളങ്ങനെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാണ്. ലാസ്റ്റ് ബ്ലോക്ക് നമ്പർ 4. യൂണിറ്ററി ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം. IMF എന്താണ്, വേൾഡ് ബാങ്ക് എന്താണ്, വേൾഡ് ബാങ്കിൻ്റെ ഗ്രൂപ്പ് എന്താണ്, ഓക്കെ, IMFും വേൾഡ് ബാങ്കും ചെയ്യുന്ന പ്രവർത്തികളിലെ വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്നത്. IMF എന്ന് പറയുന്നത് 190 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ വെൽഫെയറാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ പോയിൻ്റ്. എന്തിനാണ്? അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുണ്ടാകുന്ന ഇൻബാലൻസ് കറക്റ്റ് ചെയ്യാനാണ് ആര് സഹായിക്കുന്നത്? IMF. അത് മാത്രമല്ല, ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റി. ടു പ്രൊമോട്ട് കോപ്പറേഷൻ എമംഗ് മെമ്പേഴ്സ്. ഓക്കെ, അവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു കോർപ്പറേഷൻ ഉണ്ടാവും. ഇൻ്റർനാഷണൽ ട്രേഡ് സ്മൂത്തൻ ചെയ്യാൻ ലിമിറ്റഡ് ആണ് ഇവരുടെ ഇടപെടൽ, എന്നാലും അത്യാവശ്യമുണ്ട്. ടു ഇൻസെൻറ്റീവ്ലി ഓർഡർലി എക്സ്ചേഞ്ച് റേറ്റ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് അറേഞ്ച്മെൻറ്റിന് സഹായിക്കുന്നു. ടു ഹെൽപ്പ് ദ മെമ്പർ കൺട്രീസ് ടു ഡെവലപ്പ് എ സിസ്റ്റം ഓഫ് പേയ്മെൻറ്റ് ടു ഫെസിലിറ്റേറ്റ് മൾട്ടിലാറ്ററൽ ട്രാൻസാക്ഷൻ. ഓക്കെ, ടു ലെസൻ ദ ട്രോമ. അതായത് BOPയിൽ ഡിസിക്ലിബ്രിയം വരുമ്പോൾ, എന്താണ് BOP എന്ന ഡിസിക്ലിബ്രിയം നമ്മൾ പോകുന്ന വഴി പറയുന്നുണ്ട്, എങ്കിലും ഒന്ന് പറയുന്നു. ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ എന്തുണ്ടാവും? എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവണം. ഫേവറബിൾ എപ്പോഴും എന്തായിരിക്കണം? എക്സ്പോർട്ട് കൂടി നിൽക്കുന്നു, ഇമ്പോർട്ട് കുറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് അവരുടെ ഫോറിൻ കറൻസി, അവരുടെ കറൻസി ഫോറിൻ എക്സ്ചേഞ്ചിൽ എന്തുണ്ടാവും? ഇടിവുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കച്ചവടമാണല്ലോ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടുകൾ തമ്മിലുള്ള ബാലൻസിനെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ, ഒരു രാജ്യം എവിടെ നിന്നായിക്കോട്ടെ അതിനുണ്ടാവുന്ന ഇൻകവും എക്സ്പെൻസും ഉണ്ടല്ലോ. ഇൻകം ഇൻ ദ സെൻസ് ഈ പറഞ്ഞ ഇമ്പോർട്ട് അതിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതാണ്, പ്ലസ് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ലോണുകൾ അല്ലെങ്കിൽ ഗ്രാൻറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അതേപോലെ നമ്മളിന്ന് പോകുന്ന എന്താണ്? എക്സ്പോർട്ടുകളാണ്. പ്ലസ് നമ്മൾ പല രാജ്യങ്ങൾക്ക് ലോണും ഗ്രാൻറ്റൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു രാജ്യത്തിന് വിദേശത്ത് നിന്ന് കിട്ടുന്ന എല്ലാ പേയ്മെൻറ്റുകളുടെയും, വിദേശത്തേക്ക് പോകുന്ന എല്ലാ പേയ്മെൻറ്റുകളുടെയും, ഓക്കെ, കിട്ടുന്ന പേയ്മെൻറ്റും ഉണ്ട്, കിട്ടുന്ന റെസീപ്റ്റാണ്. ഓക്കെ, വിദേശത്തിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റുകളുടെയും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന എല്ലാ പേയ്മെൻറ്റ് ടോട്ടാലിറ്റീൻ്റെ ഇക്വലൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. നമ്മുടെ എല്ലാം വരും, നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ് തമ്മിലുള്ള വ്യത്യാസം ഒരു നല്ലൊരു ചോദ്യമാണ്. താഴോട്ട് കാണാം, പേടിക്കേണ്ട. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് പല കാരണങ്ങളായി കിട്ടുന്ന റെസീപ്റ്റിൻ്റെയും നമ്മൾ നടത്തുന്ന പേയ്മെൻറ്റ് നോക്കുമ്പോൾ റെസീപ്റ്റ് കുറവും പേയ്മെൻറ്റ് കൂടുതലും വരുന്നൊരവസ്ഥയുണ്ട്. അത് നമുക്ക് സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതല്ല. ഓക്കെ, അപ്പോൾ അതാണ് BOPയിലുണ്ടാകുന്ന ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഡിസിക്വിലിബ്രിയം ഉണ്ടാകുമ്പോൾ ആരിടപെടും? IMF ഇടപെടും. അപ്പോൾ IMF എന്ത് ചെയ്യുന്നു? മോണിറ്റർ ദി എക്കോണമീസ് ഓഫ് ദി മെമ്പർ കൺട്രി. മെമ്പർ കൺട്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ അവരൊരു കണ്ണ് വയ്ക്കും. BOP ഡിസിക്വിലിബ്രിയം ഉണ്ടാകുമ്പോൾ വേണ്ട നടപടികൾ എടുക്കും രാജ്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ലോ ഇൻകം കൺട്രീസ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ ഫണ്ട് കണ്ടെത്താമെന്ന് പറഞ്ഞാൽ ആരെ സഹായിക്കും? IMF സഹായിക്കും. The institution also serves as a forum for consultation and international coordination among members. മെമ്പേഴ്സിന് എന്തുണ്ടായാൽ, ഈ എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോർഡ് പോലെ ആര് പ്രവർത്തിക്കും? IMF പ്രവർത്തിക്കും. IMFയിലെ ചില രാജ്യങ്ങൾ, ചില മെമ്പർ കൺട്രീസിന് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഫണ്ട് ട്രാൻസ്ഫർ, അവർക്ക് ഫണ്ട് റിക്വയർമെൻ്റ് ആയിട്ട് വരുമ്പോൾ കൂടുതൽ ഫണ്ട് അവൈലബിൾ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ട്രെയിനിങ് കൊടുക്കുന്നു, അങ്ങനെയുണ്ട് IMF. ഓക്കെ, IMFൻ്റെ ഒരു ബേസിക് ഒരു ഐഡിയ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക. ബ്രിട്ടൻ വുഡ് കമ്മീഷനാണ് IMFൻ്റെ ഫോർമേഷൻ്റെ കാര്യമായ. അതേ കമ്മീഷനല്ല, കോൺഫറൻസ്. അതേ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ നിന്നാണ് എന്ത് വന്നത്? വേൾഡ് ബാങ്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ട്വിൻ സിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് എന്നാണ് വേൾഡ് ബാങ്കും IMF അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടും ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് 1944 നടന്ന ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വേൾഡ് ബാങ്ക് എന്ന് ചോദിച്ചാൽ, പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് മോർ ലൈക്ക് എ ബാങ്ക്. മറ്റേ IMF പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ബാങ്ക് പോലെ തന്നെ പ്രവർത്തിക്കുന്ന സാധനമാണ്. ഇവിടെ എന്താണ്? കൺട്രീസിൽ കടബാധ്യത വരുമ്പോൾ എന്ത് ചെയ്യുക? പിന്നെ
ബാങ്ക് ലോണ് കൊടുക്കുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ ചില ഇൻ്റർനാഷണൽ കാര്യങ്ങളിൽ കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക തുടങ്ങിയ ജോലികളാണ് ആര് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക് ചെയ്യുന്നത്. വേൾഡ് ബാങ്കിൻ്റെ കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരെയാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോന്നിനും അതിൻ്റേതായ ചില ഫീച്ചേഴ്സ്, ബാക്കിയെല്ലാം കേൾക്കുമ്പോൾ ഏതാണ്ട് എല്ലാം ഒന്നല്ലേ തോന്നും. ചില ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്, അത് മാത്രം ഞാൻ പറഞ്ഞു പോവാണേ. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അതാ നോക്കുക. പോവർട്ടി അലിവേഷൻ ആൻഡ് ഡെറ്റ് റിലീഫാണ്. അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 74 പൂവർ കൺട്രീസ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ പോവർട്ടി അലിവേഷനാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ബാക്കിയുള്ള കഥകളൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്താണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്? പ്രൈവറ്റ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഈ മെമ്പർ കൺട്രീസിലെ പ്രൈവറ്റ് സെക്ടറിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. അവർക്ക് വേണ്ട റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, പേര് തന്നെ പറയുന്നുണ്ട് ഇവർ എന്താ കൊടുക്കുന്നത്? ഗ്യാരണ്ടിയാണ്. ചില രാജ്യങ്ങളിൽ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മുടെ ശ്രീലങ്ക അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഇപ്പോൾ പട്ടാളം കയറി പെട്ടെന്ന് ഭരിക്കുന്നു, പെട്ടെന്നൊരു ദിവസം വീണ്ടും സർക്കാർ വരുന്നു, അങ്ങനെയൊക്കെ നടക്കുന്ന രാജ്യങ്ങളിൽ ഇവരെന്ത് കൊടുക്കുമെന്ന് അറിയാമോ? അവിടെ പോയി ബിസിനസ് ചെയ്യുന്നവർക്ക് അഷുറൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാം, നമ്മൾ അതിന് വേണ്ടിയുള്ള പിന്നാമ്പുറത്തിൽ സപ്പോർട്ട് തരാമെന്ന് ഇവർ ഉറപ്പ് കൊടുക്കും. വെറുതെ ഉറപ്പ് കൊടുക്കുന്നതല്ല, അതിന് ലീഗൽ പ്രൊസീജറും കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് മിഗയുടെ ജോലി. ഇനി ICSID, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്, പേര് പറയുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാരണം എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ ആ തർക്കം പരിഹരിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇത്രയും ICSID എന്തിനാണ്? ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനാണ്. മിക ഇത് കൊടുക്കാനാണ്, ഗ്യാരണ്ടി കൊടുക്കാനാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുള്ള കൺട്രി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക്. IFCയുടെ ഉദ്ദേശം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈവറ്റ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, പോവർട്ടി അലിവേഷനും ഡെപ്റ്റ് റിലീഫ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറഞ്ഞ പോലെ ഇത്രയല്ല, ഒരുപാട് ഡെപ്തിൽ കാര്യങ്ങൾ എൻ്റെ അത് നോക്കാനുണ്ട്. ഞാനതൊന്നും പറയാത്തത് ലാസ്റ്റ് മൊമെൻ്റാണ്. നമ്മളെ കൊണ്ട് എല്ലാം മോഡി എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് മുമ്പ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ IMF ആൻഡ് വേൾഡ് ബാങ്ക് എന്തൊക്കെയാണ് നോക്കാം. IMF മോണിറ്ററി സിസ്റ്റം സെറ്റ് ചെയ്യാൻ നോക്കുന്നു. അതിന് ഓക്കെയാണോ? അത് കൺട്രോളഡ് ആയിട്ടാകുമ്പോൾ ഒരാഴ്ച പോകുന്നത് എന്ന് നോക്കുമ്പോൾ വേൾഡ് ബാങ്ക് എന്താ നോക്കുന്നത്? എക്കണോമിക് ഡെവലപ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, മോണിറ്ററി സിസ്റ്റം ഇൻ ദ സെൻസ് അവിടുത്തെ കറൻസി, അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവരതിലും നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവരെന്താ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലാണ് വേൾഡ് ബാങ്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് പ്രോപ്പർ ഡിഫറൻസ് അല്ല, ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് വായിച്ച് നോക്കുക. പ്രൊമോട്ട് എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർലി എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. കണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എക്സ്ചേഞ്ചിലാണ്, ഫോറിൻ എക്സ്ചേഞ്ചിലാണ് IMFൻ്റെ കണ്ണ്. ഇവരെന്താണ്? ലോങ് ടേം ഫിനാൻസ് ആയി കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ പൂവർ കൺട്രീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നതാണ് വേൾഡ് ബാങ്കിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഓക്കെ, ഇവർ രണ്ടൊരു ഫണ്ട് കണ്ടെത്തുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. IMFന് അവരുടെ മെമ്പർ ആ കൺട്രി ആവാൻ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ സബ്സ്ക്രിപ്ഷൻ വച്ചിട്ടാണ് ഫണ്ട് കണ്ടെത്തുന്നതെങ്കിൽ ഇവരെങ്ങനെയാണ്? ബോണ്ട് മാർക്കറ്റിൽ നിന്നാണ് വേൾഡ് ബാങ്ക് ഫണ്ട് കണ്ടെത്തുന്നത്. ഓക്കെ, ഇത് പഴയ കണക്കാണ്. ഓക്കെ, ലാസ്റ്റ് കണക്ക് നമ്മൾ നോക്കുന്നത് പഴയ കണക്കാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്താണ്? ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും, ഫോറിൻ ട്രേഡിൻ്റെ പല കാര്യങ്ങളും വരുന്ന അവിടെയാണ്. നോക്കാം. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്, കാര്യം അങ്ങോട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്നൊക്കെ അടുത്ത യൂണിറ്റിൽ പറയുന്നുണ്ട്. സോ വി ക്യാൻ സി. സമ്മറി നോക്കുക, കീവേഡ്സ് ഒന്ന് നോക്കി വയ്ക്കുക, നല്ലതാണ്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ഓക്കെ, പിന്നെ സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേയോടെ ഉണ്ടല്ലോ. Explain why it was felt an unilateral assistance by country like USA was not enough. ഓക്കെ, യൂണിലാറ്ററൽ അസിസ്റ്റൻസ്, ഒറ്റ രാജ്യം ഒറ്റയ്ക്ക് നിന്ന് എന്താണ് വേൾഡ് വാറിൽ തകർന്നു പോയ ലോകരാജ്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരുവിധം മെച്ചപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ഒരു അലയൻസ് വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്.
വേൾഡ് ബാങ്കിലേക്കും IMFിലേക്കും പോകുന്നത്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിനകത്ത് നിന്ന് ആ ഒരു ചർച്ചയിൽ നിന്ന് വേൾഡ് വാറിൽ നശിച്ചുപോയ ലോകത്തിനെ വീണ്ടെടുക്കുക എന്ന ചർച്ചയിൽ എതിർത്ത് വന്ന 2 സാധനങ്ങളാണ്, ഒന്ന് വേൾഡ് ബാങ്ക്, ഒന്ന് IMF. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് എക്സ്പ്ലെയിൻ ഹൗ ഡ്യൂറിങ് ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ദി ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഓപ്പറേറ്റഡ്. അത് ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം പറയുന്ന ഒരു ചരിത്രമാണ്. പണ്ട് നമുക്കൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. സ്വർണത്തിൻ്റെ വിലയും നമ്മുടെ കറൻസിയും തമ്മിൽ റിലേറ്റഡ് ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പറയും, കറൻസികൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്നത്. ഒരു മേജർ കറൻസി എടുത്തിട്ട് എല്ലാ കറൻസി അതിലേക്ക്, ഫോർ എക്സാമ്പിൾ US ഡോളറാണ് എക്സ്ചേഞ്ചുകൾ പോയി പറയുന്നത് അല്ലേ. നമ്മൾ പറയില്ല, അപ്പോൾ ഒരു ഇന്ത്യൻ കറൻസി = $80 നമ്മൾ പറയുന്ന പോലെ പണ്ട് എന്തായിരുന്നു, ഒരു ഇന്ത്യൻ കറൻസി എത്ര ഗോൾഡിന് ഇക്വലൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ് ഒരു കോമൺ സാധനമായിട്ട് വെച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് പറയുന്ന രീതി ഉണ്ടായിരുന്നു. അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടായിരുന്നു അല്ലേ. കാര്യം ഗോൾഡിൻ്റെ അവൈലബിലിറ്റി പോലത്തെ പല കാര്യങ്ങളും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാണ് നമ്മൾ എന്തായത്, ഇപ്പം നിലവിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റത്തിലേക്ക് വന്നത്. ഓക്കെ, വാട്ട് വാസ് ദ ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അറേഞ്ച്മെൻറ്റ്? അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ അകത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിനകത്താണ് നമ്മൾ US ഡോളറിനെ ഒരു കോമൺ സാധനമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ കറൻസി എക്സ്ചേഞ്ച് സെറ്റ് ചെയ്യാനുള്ളൊരു കോമൺ സാധനമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് IMF? ഓർക്കുക, മോണിറ്ററി ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, എക്സ്ചേഞ്ച് റേറ്റിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഇടപെടുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ, ഡിസിക്വിലിബ്രിയം വരുമ്പോൾ ഇടപെടുക, തുടങ്ങിയതൊക്കെയാണ് അവരുടെ മെയിൻ പരിപാടി. ഡിസ്റ്റിങ്വിഷ് ദ റോൾ ഓഫ് വേൾഡ് ബാങ്ക് ഫ്രം ദാറ്റ് ഓഫ് IMF. ഓക്കെ, വേൾഡ് ബാങ്കിൻ്റെയാണ് എന്ത് ഉദ്ദേശം, പോവർട്ടി കുറയ്ക്കുക, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക പോലത്തെ കാര്യങ്ങളാണെങ്കിൽ IMFിൻ്റെ ഉദ്ദേശം എന്താ, ഒരു മോണിറ്ററി സിസ്റ്റം സ്റ്റേബിളായിട്ട് പോകണമെന്നുള്ളതാണ്. ഗീവ് ദ ക്രിറ്റിസിസം, അതൊക്കെ ചുമ്മാ എൻ്റെ ആവശ്യമില്ല, നമ്മളൊന്നും പഠിച്ച് നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല, നമ്മളതിനെ പറ്റി ചിന്തിക്കരുത്. വാട്ട് ആർ ദ വേരിയസ് ആംസ് ഓഫ് വേൾഡ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. നമ്മൾ പഠിച്ചതാണ് IDA, IFC, മിഗ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ യൂണിറ്റിനകത്ത് പറയുന്നത്. യു ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് യൂണിറ്റ് 11. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും എന്താണെന്ന് പറയുന്നില്ല. ബേസിക് ഐഡിയ ഉണ്ടാവുക, എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഒരു രാജ്യത്തിന് കിട്ടുന്ന എല്ലാ പേയ്മെൻറ്റിൻ്റെയും എല്ലാ പേയ്മെൻറ്റിൻ്റെ എക്സ്പെൻസുകളുടെയും എന്താണ് ഒരു ടോട്ടാലിറ്റീനാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ എക്കോണമിക് യൂണിറ്റ്സ് ഓഫ് വൺ കൺട്രി ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഒരു രാജ്യവും റെസ്റ്റ് ഓഫ് ദ വേൾഡ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുക. ബാലൻസ് ഓഫ് പേയ്മെൻ്റ് അകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. പേര് പറയുന്ന പോലെ തന്നെ ഷോർട്ട് ടേം എഫക്റ്റ് ഉള്ള സാധനങ്ങളാണ് ഇവിടെ വരുന്നത്, കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. എന്നാൽ ലോങ് ടേം എഫക്റ്റ് ഉള്ളതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഒരു ലോൺ എടുക്കുന്നു, 1 വർഷം കൊണ്ട് എന്തായാലും അതിൻ്റെ ബെനിഫിറ്റ് തീരത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്. അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. കറണ്ട് വരുന്നതോ ഒരു ട്രാൻസ്ഫർ നടത്തുക, ഒരു ഇൻകം ഏൺ ചെയ്തു, അതൊക്കെ എന്താണ് ഷോർട്ട് ടേം ആണ്. ഓക്കെ, അതാണ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. കറണ്ട് ടൈമിൽ പീരീഡ് ചെയ്യുന്നത് 1 ഇയർ കൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പയർ ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളതാണ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഒന്നുമില്ല, ഇത് നമ്മൾ എഴുതി വയ്ക്കുന്നൊരു ബുക്കാണെന്ന് വിചാരിക്കുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിന് 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു ഭാഗത്ത് നമ്മൾ ഷോർട്ട് ടേം എഫക്റ്റ് ഉള്ള 1 വർഷം കൊണ്ട് അതിന് ബെനിഫിറ്റ് തീരുന്ന ഇൻകം ആയിക്കോട്ടെ, പേയ്മെൻറ്റ് ആയിക്കോട്ടെ, അതിനെപ്പറ്റി എഴുതുന്നു. അതേപോലെ ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ, പേയ്മെൻറ്റ് ആയിക്കോട്ടെ, മറ്റൊരു പാർട്ടിൽ എഴുതുന്നു. അതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് പറയുന്നു, എന്താണ് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്നത്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അതൊന്നും ആവശ്യമില്ല. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്ത് വരാം? ഡെഫിസിറ്റ് വരാം, സർപ്ലസ് വരാം. എപ്പോഴാണ് സർപ്ലസ് വരുന്നത്? വെൻ ദ ഇൻഫ്ലോ ഈസ് മോർ ദാൻ ഔട്ട്ഫ്ലോ. നമ്മുടെ വരവ് കൂടുതലും ചിലവ് കുറവാണെങ്കിൽ നമുക്ക് സർപ്ലസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ചിലവ് കൂടുതലും വരവ് കുറവാണെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാവും. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും പറയുന്നത് ട്രേഡിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? എക്സ്പോർട്ടും ഇമ്പോർട്ട് മാത്രമേ വരത്തുള്ളൂ.
എല്ലാ പേയ്മെൻറ്റും വരണമെന്നില്ല. അതാണ് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഉണ്ട്, നോക്കാം. അതൊക്കെ കുറച്ച് ഇരുന്ന് കാണാതെ പഠിക്കേണ്ട സാധനങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഇടപെടും. എവിടെയാണ് ഇടപെടുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ എന്താണ് ഡെഫിസിറ്റ് ഉണ്ടാകും. മീൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റിസർവിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അവരുടെ ഇടപെടലുണ്ടാവും. ഇതിലേക്കൊന്ന് തൽക്കാലം പോകണ്ട. ഐ മീൻ ലാസ്റ്റ് മൂമെൻറ്റ് പഠിക്കുന്നവരാണ്. ഇതൊക്കെ വെറുതെ കഥ എഴുതാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല. ഇതിലേക്കൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ. കോട്ട റെസ്ട്രിക്ഷൻ. അപ്പോൾ ഈ വാക്കുകൾ നോക്കിയിരിക്കുക. കോട്ട റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇമ്പോർട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുണ്ടായി? ഡെഫിസിറ്റ് ഉണ്ടായി. ഡെഫിസിറ്റ് ഉണ്ടാകാനുള്ള കാര്യം എന്താ? നമ്മളെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് കൂടുന്നു, എക്സ്പോർട്ട് അത്രയ്ക്ക് ഇല്ലതാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യണം. സെയിം ടൈം ഇമ്പോർട്ടിന് എന്തേ ചെയ്യണം? റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അതിലൊന്നാണ് ഈ പറഞ്ഞ കോട്ട റെസ്ട്രിക്ഷൻ. അതായത് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ എന്ത് കൊണ്ടുവരും? ഒരു പരിധി കൊണ്ടുവരും. ഇത്ര പരിധി കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അഥവാ ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസ്കറേജ് ചെയ്യുന്ന നടപടികളുണ്ട്. വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്? വൈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ്? കമ്പോണൻസ് എന്താണ്? ഓർക്കുക, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയാം? when it become favorable for us. ഓക്കെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും? സെൻട്രൽ ബാങ്കിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറേ ഒരു ബേസിക് ഐഡിയ വെച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. അത് കാണാൻ പഠിക്കാൻ നിൽക്കണ്ട. ഗോയിങ് ടു ഫോറിൻ ട്രേഡ്. ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ അകത്ത്. അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഫോറിൻ ട്രേഡ് എന്താണെന്ന് അറിയാം? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡിൻ്റെ ടോട്ടലിനെ നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ചരിത്രമാണ് ഫോറിൻ ട്രേഡിൻ്റെ. എങ്ങനെയാണ് ഫോറിൻ ട്രേഡ് എന്ന കോൺസെപ്റ്റിലേക്ക്, ഇപ്പോൾ ഉള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയതെന്നാണ്. നീഡ് എന്താണ്? ഒരുപാട് ഹൈ ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മളെ മാർക്കറ്റ് കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആവും. നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജികൾ കിട്ടും. എല്ലാം ഏതിലൂടെ? ഇൻ്റർനാഷണൽ ട്രേഡിലൂടെയാണ് കിട്ടുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ പറഞ്ഞ പോലെ ഹ്യൂജ് പ്രൊഡക്ഷൻ നടത്തി അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. അതിനാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നല്ല പ്രൊഡക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ഒരുപക്ഷെ നമ്മളത്ര നല്ല സാധനങ്ങളില്ലെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. കോമ്പറ്റീഷൻ, നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ടെക്നോളജിയുടെ ട്രാൻസ്ഫർ നടക്കും. ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ സാധനങ്ങളെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും, അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരിക, നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെറ്റ്, തീവ്രവാദികളൊക്കെ കയറി വരുന്ന അവസ്ഥ, അതൊക്കെ ഉണ്ടാകും. തിയറി ഓഫ് അബ്സല്യൂട്ട് ആൻഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഇതൊക്കെ പറയാൻ നിന്നാൽ നടക്കത്തില്ല. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി. അതൊക്കെ എന്താണ്, നമ്മൾ എഴുതി തള്ളിയ തിയറീസ് വീണ്ടും വീണ്ടും പഠിക്കുന്നതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും അറിയത്തില്ല. അതൊക്കെ ഓക്കെ, ശരിയാണ്. അത് പലതും ഒന്നിനെ ഓവർകം ചെയ്ത് അടുത്തടുത്ത് വന്നു കഴിഞ്ഞു, എന്നിട്ട് വീണ്ടും പഴയത് പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ. ഇതൊന്നും അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല. ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്തൊക്കെ ബാരിയേഴ്സ് ഉണ്ടാവാം, അത് പോയിൻ്റായിട്ട് തരേണ്ടതായിരുന്നു. രണ്ട് രീതിയിലുണ്ടാവാം. എന്താ നോക്കിയേ? ടാരിഫ്, കോട്ട ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. ടാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് ഇന്ത്യയിൽ ഇത്ര വില കൂടാനുള്ള കാര്യം എന്താ? നമുക്കിവിടെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ടാരിഫ് വയ്ക്കുന്നുണ്ട്. അതായത് ഒരു വലിയൊരു എമൗണ്ട് എന്ത് കൊടുക്കുന്നുണ്ട്? കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് ഇവർ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന വിലയെന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസിൻ്റെ കൂടെ ഈ ടാരിഫും കൂടെ ചേർത്തിട്ടായിരിക്കും അവർ വാങ്ങുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടത്തില്ല? ലാഭം കിട്ടത്തില്ല. സോ ടാരിഫ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന്മേൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന്മേൽ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി പോലെ ചാർത്തുന്നത് തന്നെ ടാരിഫ് എന്ന് പറയുന്നത്. കോട്ട റെസ്ട്രിക്ഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. നമുക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാൻ ഇത്ര കൊടുക്കണമെന്നല്ല, ബട്ട് ഇത്ര ക്വാണ്ടിറ്റിയെ കൊണ്ടുപോകാനോ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതാണ്. ഇനി നോൺ ടാരിഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ
പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡിലോ കൊണ്ടുവരുന്ന പ്രൊസീജിയറിലോ അതിലൊക്കെ നമുക്ക് പ്രൈമറി ഉദ്ദേശം എന്താ, നമുക്ക് ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അങ്ങ് നിരുത്സാഹപ്പെടുത്തണം. കൊണ്ടുവരാൻ പാടില്ല എന്ന് കട്ടായം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് ചെയ്യണം, അവരെ സൈക്കോളജിക്കലി അവരെ തളർത്തി കളയണം. അവർക്ക് തോന്നരുത് അവർക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നഷ്ടമായി മാറണം. കാര്യം എന്താ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ വണ്ടികൾ വിൽക്കാതെ കിടക്കുമ്പോഴാണ് അവൻ വെളിയിൽ നിന്ന് ഹാർലി ഡേവിഡ്സൺ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഹാർലി ഡേവിഡ്സനോട് പിടിച്ച് നിൽക്കാൻ മറ്റൊരു ബൈക്കിനോട് കഴിഞ്ഞെന്ന് വരത്തില്ല, നല്ല വിലയ്ക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ. പലതും മൊത്തത്തിൽ അങ്ങ് ഇല്ലാതായി പോകും. നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ബാരിയേഴ്സ് കൊണ്ടുവരുന്നത്. എങ്ങനെ ഈ ബാരിയേഴ്സ് മറികടക്കാം, അതിലൊന്നാണ് ഈ ഗാറ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റാണ്. ഓക്കെ, ഇതേപോലെ ഒരുപാട് എഗ്രിമെൻറ്റും ട്രീറ്റികൾ, അസോസിയേഷൻ, യൂണിയനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം എന്താ, ഈ ഫോറിൻ ട്രേഡ് സുഗമമാക്കുക, അതിന് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസൊക്കെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗാറ്റ് എന്ന് പറഞ്ഞാൽ 1947 വന്നൊരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റ് പറഞ്ഞ പോലെ പല റെസ്ട്രിക്ഷൻസും ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് കളയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ ചെന്ന് ഈ ഗാറ്റിൽ ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്താലോ ചൈന ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്താലോ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എഗ്രിമെൻറ്റ് വയ്ക്കുന്നതല്ലോ. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്തുണ്ട്, റീജിയണൽ ട്രേഡിംഗ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ തടുക്കുന്നത് തെറ്റാണ്, എന്തൊക്കെ തടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നാഫ്റ്റ, UAE ഒക്കെ പോലുള്ള എന്തുണ്ട്, യൂണിയനുകളുണ്ട്, അസോസിയേഷൻസ് ഉണ്ട്. ട്രേഡിംഗ് ബ്ലോക്ക്, അതാണ് അതിൻ്റെ പ്രോപ്പർ നെയിം. ട്രേഡിംഗ് ബ്ലോക്കുകളുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടോ, എന്താണെന്നറിയോ? യൂറോപ്പിൽ 27 26 ഒന്ന് ചെക്ക് ചെയ്യണം. ഇടയ്ക്ക് എന്തോ ചേഞ്ച്, ഓക്കെ പോട്ടെ, 27 തന്നെ വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ യൂറോപ്യൻ യൂണിയൻ പോലെ സംഘടനകൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്, അവർക്കിടയിൽ എന്തുണ്ടാകാൻ പാടില്ല, ഇൻ്റർനാഷണൽ ട്രേഡിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല, ഒരുപാട് സൗകര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയാണ് പറയുന്നത്. ഇതൊക്കെ റീസെൻ്റ് എന്ന് പറയുമ്പോൾ 2024 കാര്യം പറഞ്ഞില്ല, ഇവർ 2020 കാര്യമൊക്കെ പറഞ്ഞേക്കുന്നത്, നമ്മൾ നോക്കണ്ട. അപ്പോൾ ഫോറിൻ ട്രേഡിനെ കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക. ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, പിന്നെ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഒരുപാടുണ്ട്. അതിൽ 2 എണ്ണമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. അത് പറയുമ്പോൾ എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ വലിയ കഥ പറയണം, അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ തലയ്ക്കകത്ത് കയറത്തില്ല, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ട്രേഡിംഗ് ബ്ലോക്ക് എന്താണ്, ട്രേഡിംഗ് ബ്ലോക്കിൻ്റെ ഉദ്ദേശം എന്താണ്, എക്സാമ്പിൾ എന്താണ്, യൂറോപ്യൻ യൂണിയനൊക്കെ പറയാമെന്നുള്ളതാണ്. ഓക്കെ ബാക്കിയൊക്കെ കഴിയുന്നിട്ട് എഴുതാനുള്ളതാണ്. യൂണിറ്റ് 30 നമ്മൾ പോകുന്നു. ചില വാക്കുകൾ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ADR GDR ഒക്കെ എന്താണ്, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് മൊമെൻറ്റ് പഠിക്കാനൊന്നും നടക്കത്തില്ല. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രി, ഒരു അമേരിക്കയിലെ ഒരു കമ്പനി, ഒക്കെ ആപ്പിൾ എന്ന് വിചാരിക്കുക, എല്ലാവർക്കും അറിയാലോ. ആപ്പിൾ ഇന്ത്യയിൽ വന്നിട്ട്, ഇതാണ് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും സെല്ലിങ് ഔട്ട്ലെറ്റും എല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇന്ത്യയിൽ അവരുടെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അനുവാദം കിട്ടുന്നു. അതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ഹൊറിസോണ്ടലുണ്ട്, വെർട്ടിക്കലുണ്ട്, കോൺഗ്ലോമറേറ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഇതെന്താണെന്നറിയോ, ഡയറക്ഷൻ, ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ, പലർക്കും അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാലോ മുകളിൽ നിന്ന് താഴേക്കാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ്സാണോ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതിനോട് തോളോട് തോൾ നിൽക്കുന്ന രീതിയിൽ തന്നെ മറ്റേ കൺട്രിയിലും ബിസിനസ് തുടങ്ങുന്നതാണ് ഹൊറിസോണ്ടൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അയാൾ ചെയ്തിരുന്ന ബിസിനസ് ആയിരിക്കത്തില്ല, ബട്ട് റിലേറ്റഡ് ബിസിനസ് ആയിരിക്കും. ഇനി കോൺഗ്ലോമറേറ്റ് പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, ഡിഫറൻ്റ് ആണ്. അവരിപ്പോൾ നിലവിൽ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ബിസിനസ്സിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ തുടങ്ങാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു ബിസിനസ്സായിരിക്കും. ഇനി പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, അവർ നേരിട്ടൊന്ന് ബിസിനസ് തുടങ്ങുന്നതൊന്നുമില്ല. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്, ഇന്ത്യയിലുള്ളൊരു ബിസിനസ് അമേരിക്കയിലൊരു ബാങ്കിൻ്റെ ചെന്ന് അല്ലെങ്കിൽ അമേരിക്കയിലൊരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് എന്താണ് കടമെടുക്കുകയാണെങ്കിൽ അതിനാണ് ഈ പേര് പറയുന്നത് പോലെ എക്സ്റ്റേണൽ ചെന്ന് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി ബോറോയിങ് ചെയ്യുക.
ECB ചെയ്യുന്നതിന് ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. RBI അപ്രൂവ്ഡ് ആണ്, ബട്ട് അതിനൊരു റൂട്ടുണ്ട്, ഗവൺമെൻറ് വഴിയേ പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞതിന് കുറേ സാധനങ്ങളുണ്ട്. ഗവൺമെൻറ് റൂട്ട് വഴി മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് നമുക്ക് നേരിട്ട് ചെന്ന് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ നിന്ന് ഗവൺമെൻറ് പോകുന്നു, ഗവൺമെൻറ്റിൻ്റെ എംബസി വഴി അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നു, അവിടെ തിരിച്ച് ഗവൺമെൻറ് വഴി വീണ്ടും നമുക്ക് ഇങ്ങനൊരു റൂട്ടിൽ കൂടി ചെയ്യാൻ പറ്റുമെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ്സ് ഉണ്ട്. യൂറോ കറൻസി മാർക്കറ്റ്, പേര് പറയുന്നില്ല, യൂറോപ്പിൻ്റെ കറൻസി വിൽക്കുന്ന മാർക്കറ്റ് അല്ല അത്. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് യൂറോ കറൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് എവിടെ യൂസ് ചെയ്യണം? അമേരിക്കയിലെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അമേരിക്കയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിനാണ് യൂറോ കറൻസി മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഡെപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂറോ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അല്ലാതെ യൂറോപ്പിലെ കറൻസി എന്ന് മാത്രം എഴുതി വെച്ച് കളയരുത്, തെറ്റാണ്. യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഏത് കൺട്രിയിലാണോ ഒരു ബോണ്ട് അതിൻ്റെ ഡിനോമിനേറ്റിംഗ് ഇതുള്ളത്, കറൻസി ഉള്ളത്, ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ ബോണ്ട്, ഒരു ഇന്ത്യൻ കമ്പനിയുടെ ബോണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു അമേരിക്കയിലെ ഒരു മാർക്കറ്റിൽ കൊണ്ട്, അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ്, ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു കറൻസിയിൽ ഒറിജിൻ ചെയ്യുകയും മറ്റേ കറൻസി ഡോമിനേറ്റ് ചെയ്യുന്ന കൺട്രിയിൽ അതിനെ ട്രേഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് വിളിക്കാം. അതൊരു ഫീച്ചറാണ്. യൂറോ നോട്ട്, യൂറോ കോശപ്പർ എല്ലാം ഇതേ ഒരു ഇതിൽ വരുന്നതാണ്. NIF, നോട്ട് ഇഷ്യൂ ഫെസിലിറ്റി, അതൊന്നും നോക്കണ്ട, അത് കുറച്ച് ഡെപ്തുള്ള സാധനങ്ങളാണ്. ഫോറിൻ എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫോറിൻ നിന്ന് സഹായം നമുക്ക് എങ്ങനെ സ്വീകരിക്കാം. ഫോറിൻ കൺട്രീസ് സഹായമായിട്ട് കൊടുക്കും. സഹായം മീൻസ് തിരിച്ച് ചോദിക്കാൻ പാടില്ല, അല്ലേ? ഇതൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് അല്ലെങ്കിൽ ലോണാണ്. മോസ്റ്റ് പ്രോബബ്ലി തിരിച്ച് ചോദിക്കാറില്ല. ടൈപ്സ് ഓഫ് ഫോറിൻ എയ്ഡ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, ടൂൾസ് ആവാം, ഫോറിൻ ട്രേഡിൽ സഹായമാകാം. ബൈലാറ്ററൽ എയ്ഡ് മീൻസ് എന്താണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മാത്രമേ അവിടെ അത് നടക്കുന്നുള്ളൂ, എക്സ്ചേഞ്ച് നടക്കുന്നുള്ളൂ. മൾട്ടിലാറ്ററൽ ആണെങ്കിലോ ഒരുപാട് രാജ്യങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ടെന്നുള്ളതാണ്. ട്രേഡ് ഫിനാൻസിങ്, ക്യാഷ് ഇൻ അഡ്വാൻസ്, ഡോക്യുമെൻ്ററി ക്രെഡിറ്റ്. ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടല്ല, ഈ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത സാധനങ്ങളാണ്. ലെറ്റ്സ് ലീവ് ഇറ്റ്. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്, ADRും GDRും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിലെ കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ത്യയിലൊരു കമ്പനി നടത്തുന്നു. എനിക്ക് എൻ്റെ കമ്പനിയുടെ ഷെയർ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഞാൻ ഈ പോകുന്ന വഴിക്ക് 2-3 സ്ഥലത്ത് എനിക്ക് ഇറങ്ങേണ്ടി വരും. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ വിൽക്കാൻ വേണ്ടി അമേരിക്കയിലെത്തി. അമേരിക്കയിൽ ചെന്ന ഒരു അമേരിക്കൻ ബാങ്കറിനെ ഞാൻ കാണണം. അയാളോട് പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ ഷെയറാണ് എൻ്റെ കയ്യിലുള്ളത്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ വലിയ ആഗ്രഹമാണ് അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് വിൽക്കണമെന്നുള്ളത്. അപ്പോൾ അയാൾ പറയും, എങ്കിൽ ഞാനൊരു സഹായം ചെയ്യാം. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയർ ഉണ്ടല്ലോ, അതിന് ഞാനൊരു കവറിട്ട് പൊതിയാം. ഈ കവറിട്ട് പൊതിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ കൊണ്ടുവച്ചാൽ ഇത് അമേരിക്കക്കാരൻ്റെ സാധനമാണ്, അവൻ്റെ കണ്ണിൽ തോന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? ആ കവറിനെയാണല്ലോ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫോറിൻ കൺട്രിയിലെ ഷെയറിനെ അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കണമെങ്കിൽ എന്തായിട്ട് വിൽക്കാൻ പറ്റത്തില്ല? ഷെയറായിട്ട് വിൽക്കാൻ പറ്റത്തില്ല. പകരം ഒരു അമേരിക്കൻ ബാങ്കോ അല്ലെങ്കിൽ അമേരിക്കൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നമുക്ക് ഇൻ്റർമീഡിയറി ആയിട്ട് നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? അതിനെ വേറൊരു പേരിൽ ADR എന്ന പേരിൽ അവിടെ വിൽക്കും. അപ്പോൾ ADR എന്ന് പറയുന്നതാണ് മറ്റൊരു കൺട്രിയുടെ ഷെയർ USA വിൽക്കും. അമേരിക്കയിൽ വിൽക്കുമ്പോൾ അതിനെ ADR എന്ന് വിളിക്കും. ഇനി യൂറോപ്പ് മാർക്കറ്റിലേക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിന് വേറെ പേരിലാണ് പറയുന്നത്, GDR എന്ന് പറയും. ഒരു ബേസിക് കോൺസെപ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ADR ലെവൽ അതൊക്കെ അത്ര അടുത്ത് അതിലേക്ക് നമ്മൾ പോകണ്ട. GDR അതുപോലെയാണ്. GDR എവിടെ ചെയ്യാം? നമുക്ക് US-ലും വിൽക്കാം, യൂറോ മാർക്കറ്റിലും വിൽക്കാം. മോർ ദാൻ വൺ കറൻസി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കറൻസിയിലുണ്ടാകുന്ന ഷെയർസിനെ വേറെ ഏതെങ്കിലും കറൻസിയുടെ വേറെ ഏതെങ്കിലും കറൻസി ഡോമിനേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് GDR. GDRൻ്റെ ഒരു ടൈപ്പാണ് ADR. അമേരിക്കയിൽ മാത്രം വിൽക്കാൻ പറ്റിയാൽ അതിനെ ADR എന്ന് വിളിക്കും. ഇതുപോലെ എന്തുണ്ട്? IDR ഉണ്ട്, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ മാറുന്നു എന്ന് ആലോചിച്ച് നോക്കിയടാ. ഏതോ വിദേശ രാജ്യത്തുള്ള കമ്പനിയുടെ ഷെയർ എവിടെ വിൽക്കണം? നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കണം. അത് അവരുടെ വിദേശത്തുള്ള സാധനമായിട്ട് ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല. പകരം ഒരു ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർമീഡിയറി ആയിട്ട് എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം? അതിന് IDR എന്ന പേരിൽ ഇവിടെ വിൽക്കണം. ഇതാണ് കോൺസെപ്റ്റ്.
ട്രെൻഡൊക്കെ നമുക്ക് കൈന്നിട്ട് എഴുതാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. കൈന്നിട്ട് എഴുതാൻ പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒരു സമ്മറി പറയുന്നുണ്ട്. 13 ആയതുള്ളൂ, 14 ഒരു സാധനം കൂടെ ഉണ്ട്. നാസ്ഡാക്ക്, OECD, ഇതൊക്കെ ഇവിടെ ഒന്നാണ്. OECD ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ജോയിൻറ്റ് വെഞ്ചർ, ഇനിഷ്യൽ പബ്ലിക്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു മീൻസാണ്. ഓക്കെ, നമുക്കറിയാം ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് അറിയാം. അപ്പോൾ മാരുതി സുസുക്കി എന്ന് പറയുന്നത് മാരുതി സുസുക്കിയും കൂടെ ഒരുമിച്ച് വന്നതാണ്. ഇപ്പോൾ സുസുക്കി എന്ന് പറയുന്നത് എന്താണ്, ഒരു ജപ്പാൻ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻട്രി നടത്താൻ അവർ കണ്ടെടുത്തൊരു ഉപായമാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അതെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ FDIയും FPIയും തമ്മിൽ വ്യത്യാസം എന്താണ്? FDI അവർ നേരിട്ട് ഇവിടെ ബിസിനസ് തുടങ്ങുന്നു. FPI അവർ നേരിട്ട് ബിസിനസ് തുടങ്ങുന്നില്ല, പകരം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യുന്നു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിസഡ്വാൻറ്റേജസ്? ഇതൊന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പറ്റുമെങ്കിൽ വായിച്ച് നോക്കുക. ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റിൻ്റെ കമ്പോണൻസ് എന്താണ്? ഓക്കെ, ഫോറിൻ എയ്ഡ് എന്താണ്? ടൈപ്പ് ഓഫ് ഫോറിൻ എയ്ഡ് എന്താണ്? ADR GDR എന്താണ്? ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് ലീവ് ചെയ്യാം. ഫൈനൽ വൺ ഈസ് ടെക്നോളജിക്കൽ എൻവയൺമെൻറ്റ്. ഇവിടെയും കാര്യമായിട്ടൊന്നും നോക്കാൻ കാണത്തില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജിക്കൽ എൻവയൺമെൻറ്റ് എന്തൊക്കെയാണ്? ബിസിനസ്സിന് പല ടെക്നോളജികൾ വിദേശത്ത് നിന്ന് വരേണ്ടത് നെസസിറ്റിയാണ്. കസ്റ്റമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിസിനസ്സിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ ടെക്നോളജി വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ വിദേശത്ത് നിന്ന് ടെക്നോളജി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് വരുന്നത്? ബയോടെക്നോളജി, ഓക്കെ, വിദേശത്ത് നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. അവർ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇ-കൊമേഴ്സ്, നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ടെലി കമ്മ്യൂണിക്കേഷൻ പറഞ്ഞില്ല, ഇതൊക്കെ ജനറലാണ്, കൈന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ബ്ലോക്ക് ചെയിൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് സാധനം, ഡിജിറ്റൽ ലെഡ്ജറാണ്. ഓക്കെ, കുറേ ബ്ലോക്കുകളായിട്ട് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു. ഒറ്റയടിക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് ഒറ്റയടിക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാധനം ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡേറ്റയും പോകുമല്ലോ. ബ്ലോക്ക് ചെയിൻ്റെ അകത്ത് അത് പറ്റത്തില്ല, ഒന്നും മനസ്സിലാവത്തില്ല. ഇൻഡിവിജ്വലി നോക്കി എല്ലാം ഓരോരോ ബ്ലോക്കുകളാണ്. ഒരു ചെയിൻ ഇവരെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്താണ്, ഡേറ്റ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തമ്മിൽ കൈമാറി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ത് ചെയ്തോളും, അതിനെ യൂസ് ചെയ്തോളും. ആ ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബേസിക് ഐഡിയ അത്രേ ഞാനും മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. AI, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ വിദേശത്ത് നമുക്ക് ഇതിലൂടെ വന്നതാണ്. 3D പ്രിൻറ്റിങ്, കുറച്ച് വാക്കുകളൊന്നും മനസ്സിലുണ്ടാവട്ടെ. ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ലോജിസ്റ്റിക്സ് ട്രാക്കിംഗ്, ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ മനസ്സിലുണ്ടാവട്ടെ. അതൊക്കെ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഐ തിങ്ക്. ഹൈപ്പർ ഓട്ടോമേഷൻ, AI, NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അല്ലേ? ഓട്ടോമേഷൻ മീൻസ് എന്താണ്? നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം തനിയെ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജീൻ്റെ ഏറ്റവും വലിയ ഇപ്പം മുകളിൽ നിൽക്കുന്ന ലെവൽ അതാണ്. ഇപ്പോൾ നമുക്ക് വാട്സാപ്പിൽ ഒരു ബിസിനസ് ഒരു മെസ്സേജ് നടക്കുന്നു, നമുക്കതിന് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ നമ്മുടെ AI എന്ത് ചെയ്യുന്നു? ആ മെസ്സേജ് വായിച്ച് അതിന് ആപ്റ്റായ റിപ്ലൈ തിരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഓട്ടോമേറ്റഡ് ആണ് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരവസ്ഥയിലുണ്ട്. ഞാൻ അത്ര ഡെപ്തിലേക്കൊന്നും പോയില്ല, ഇത് വായിക്കുന്നുമില്ല. കാര്യം അങ്ങനെ നമുക്ക് കുത്തിയിരുന്ന് കാണാൻ പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, ഓരോ കോൺസെപ്റ്റുകളാണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ളൊരു നോളജ് ഉണ്ടാക്കിയെടുക്കുക. എല്ലായിടത്തും അതാണ് വേണ്ടത്. കയ്യിൽ നിന്നിട്ട് എഴുതണമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് മൊമെൻ്റാണ്, ടെൻഷൻ ആവാതെ ആ രീതിയിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ രാവിലെ ഇഫ് പോസിബിൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ വീഡിയോ തരാം. മോർ ദാൻ ദാറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ തന്നിട്ടുള്ളതിൽ മോർ ദാറ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറയുക. താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം.